ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ ക്വിക്കായിട്ട് തയ്യാറാക്കാൻ വരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിനായി 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇവിടെ UK മിക്ക ആൾക്കാരും ഓൾ പർപ്പസ് ഫ്ലോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും യൂസ് ആക്കാം. ഒരു എഗ്ഗും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം ഈക്വലൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ടേമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു പിഞ്ച് സാൾട്ടും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 2-3 നേരിയ ദോശകളായിട്ട് ഇത് ചുട്ടെടുത്തിട്ടുണ്ട്. ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഇതിനായി 1/2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് ഞാനിവിടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ സാധാ കോക്കനട്ട് എടുക്കുന്നത് തന്നെയാണ്. അപ്പം ഞാനിവിടെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കാഷ്യൂവിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഏലാഞ്ചി എന്നൊക്കെ പറയും.